നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ കഴിഞ്ഞ 6 വർഷം നടന്നത് കൊള്ള സംഘങ്ങളെ വെല്ലുന്ന തട്ടിപ്പ്. എല്ലാം വെറുതെ ആരോപണങ്ങൾ മാത്രമെന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ന്യായീകരണ തൊഴിലാളികളും ഇപ്പോൾ എല്ലാം ഉദ്യോഗസ്ഥർ വരുത്തിവെച്ച കുഴപ്പങ്ങൾ എന്ന് പ്ലേറ്റ് മാറ്റി. സ്വർണ്ണ പ്ലേറ്റുകൾ ഇരുട്ടി വെളുത്തപ്പോൾ ചെമ്പ് പ്ലേറ്റുകൾ ആക്കിയതുപോലെ. ഇനി ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ മുറ പോലെ നടക്കും. ആരെയും വെറുതെ വിടില്ല എന്ന വീമ്പിളക്കൽ. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. പിന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതെന്താണ് സത്യമെന്ന് അറിയണ്ടേ? അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. എത്ര സമയം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ. ഞാൻ പ്രതിയാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തിന് പറഞ്ഞത് അന്വേഷണം. ഇപ്പോ ഈ പറയുന്ന സ്വർണ്ണപീഠം വ്യവസ്ഥയോടുകൂടിയാണല്ലോ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയത്. അത് അങ്ങനെ അല്ലാന്നാണല്ലോ 2019 വന്നിരിക്കുന്ന പരാമർശം. അപ്പൊ സ്വാഭാവികമായും 2019 ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ കുട്ടി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വെളിവായി വരേണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ. ശബരിമലയിലേത് സ്വർണ്ണത്തട്ടിപ്പ് എന്നൊന്നും പറഞ്ഞ് കുറച്ചു കാണാനാവില്ല. സ്വർണ്ണ മോഷണമാണ് നടന്നത്. ദേവസ്വം വിജിലൻസിന് പോലും തട്ടിപ്പ് മറച്ചു വെച്ചുള്ള റിപ്പോർട്ട് നൽകാനായില്ല. ഹൈക്കോടതിയുടെ കണ്ണുരുട്ടലിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. വിജയ് മല്യ നൽകിയ സ്വർണം 20 കൊല്ലം കൊണ്ട് ചെമ്പായി എന്ന് ന്യായീകരണം മുഴക്കിയവർ ഇപ്പോൾ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം എല്ലാം അന്വേഷിക്കട്ടെ, ആരെയും സംരക്ഷിക്കില്ല എന്ന്. ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതി ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പൊ ആരൊക്കെയാണ് അപ്പൊ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കത്ത് എടുക്കാൻ കഴിയുന്നതിനും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരീക്ഷണത്തിന്റെ ഉപരിക്കുമാണ് ഇത് കടന്നു വന്നത്. ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പതിവ് ന്യായീകരണവും വീമ്പും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഹൈക്കോടതി കണ്ടെത്തിയത് 2017 മുതൽ 2025 വരെ നടത്തിയ തട്ടിപ്പാണ്. ആ കാലയളവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചത് ഇടത് ഭരണസമിതി. 4 പ്രസിഡന്റുമാർ: 1 എ പത്മകുമാർ, 2 എൻ വാസു, 3 ആർ അനന്തഗോപൻ, 4 PS പ്രശാന്ത്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ അതിപ്രധാനമാണ് ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണം. അതേതാനും ഉദ്യോഗസ്ഥർ മാത്രമായി നടത്തേണ്ടതല്ല. കൂട്ടുത്തരവാദിത്വവും ഭരണപരമായ മേൽനോട്ടവും വേണം. ഇതൊന്നും അറിയാത്തവരല്ല ഇപ്പോൾ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇന്നത്തേതുൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. DGPക്ക് ഇത് സംബന്ധിച്ച് ബോർഡിന്റെ പരാതി എഴുതി കൊടുക്കും. അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. SIT അന്വേഷണം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും. നേരത്തെ SP-യുടെ മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല. അത് പുതിയ അന്വേഷണ സമിതി പരിശോധിച്ച കാര്യങ്ങൾ പുറത്തുവിടട്ടെ. ദേവസ്വം വിജിലൻസ് SP ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. ആ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ ആ പുതിയ അന്വേഷണ സമിതി അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സമിതി വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ.
സന്നിധാനത്തെ ദ്വാരപാലകരുടെ കവചം 1998 മുതൽ സ്വർണ്ണപ്പാളികളാണ്. ഇതിൽ ഇനി ആർക്കും തർക്കമില്ല. ഈ പാളികളാണ് 2019 വിചിത്രമായ ഉത്തരവിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയത്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് ആദ്യം ഇങ്ങനെ റിപ്പോർട്ട് നൽകിയത്. മുരാരി ബാബുവിന് സസ്പെൻഷൻ നൽകി ദേവസ്വം ബോർഡ് നടപടി തുടങ്ങിവെച്ചിട്ടുണ്ട്. മുരാരി ബാബുവും മുകളിലുള്ള ഉദ്യോഗസ്ഥരും മാത്രമാണോ സ്വർണ്ണമോഷണത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനും അവസരമുണ്ടാക്കിയത്? അല്ല. 2019 മാത്രമല്ല, കഴിഞ്ഞ മാസം പോലും ഒരേ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയി. അധികാരത്തിൽ ശക്തരായ 2 ദേവസ്വം മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ, 4 മിടുക്കരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഞാനല്ല നീയല്ലേ എന്ന് പറഞ്ഞ് പഴിചാരുന്നു. എൻ്റെ കാലത്തല്ല നിന്റെ കാലത്തെന്ന് പറഞ്ഞു ഒഴിയുന്നു. ദേവസ്വം ബോർഡ് തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇതിൻ്റെ ഫയൽ വന്നതിൻ്റെ ഒരു 2-3 ദിവസം ശേഷം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ബോർഡിലേക്ക് വന്നു. തിരുവനന്തപുരം കമ്മീഷനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെ അനുസരിച്ച് ബോർഡിൽ വരുന്നു. ബോർഡാണ് തീരുമാനമെടുത്തത്. ബോർഡ് ഒറ്റക്കെട്ടായി അതങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല, എന്താണോ പ്രൊസീജിയർ മാനുവൽ അതനുസരിച്ച് പോട്ടെ എന്ന് ബോർഡ് ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു വെട്ടിപ്പ്, ഈ ഒരു മോഷണം, ഈ കൊള്ളക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇവർക്ക് 2 പേർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ അന്വേഷണം വരുന്നു, ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കടകംപള്ളി സുരേന്ദ്രൻ കൂടി പങ്കാളിത്തമുള്ള ഒരു കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം കള്ളന് കഞ്ഞിവെക്കുന്നവരാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ട് സ്വർണം കട്ടിട്ട് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കട്ടളപ്പടിയും വാതിലും ഇത് 2 കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡാണോ ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റിയിരിക്കുന്നത് ഒരു ദല്ലാൽ ഓർഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് CPM ആണ്. വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. 2019 ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തി സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത ആഭരണം സ്വർണ്ണപ്പാളികളായിരുന്നു. ഇതിൽ ദേവസ്വം വിജിലൻസിനും സംശയമില്ല. പോറ്റി കൊണ്ടുപോയത് ചെമ്പുപാളികൾ എന്ന് പറഞ്ഞ് തിരിച്ചെത്തിച്ചത് പുതിയ ചെമ്പുപാളികളിൽ സ്വർണം പൂശി. 39 ദിവസം പാളികൾ എവിടെയെന്ന് അറിയില്ല. ചെന്നൈയിലെ സ്മാർട്ട് സൊല്യൂഷനിൽ സ്വർണം പൂശാൻ കൊടുത്തത് ചെമ്പുപാളികൾ. സ്വർണ്ണപ്പാളികൾ എവിടെ? ആവരണം ചെയ്തിരുന്ന 1.5 കിലോ സ്വർണം കട്ടു. ആര് കട്ടു? ആരൊക്കെ പങ്കുപറ്റി? വിറ്റിരിക്കാമെന്ന് പോലും ഹൈക്കോടതിയുടെ ഉത്തരവിൽ. എന്നിട്ടും ലാഘവത്തോടെയുള്ള പ്രതികരണങ്ങൾ. ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ച് ഒരു പരാമർശം വന്നിട്ടില്ല. അല്ല, ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്? അതൊരു വിചിത്രമായ കാര്യമാണല്ലോ, അത് നമ്മൾ നോക്കണല്ലോ. ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ
ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? ഒരു മാസം തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് 4 ഇടക്കാല ഉത്തരവുകളാണ് ഇറക്കിയത്. കഴിഞ്ഞ മാസം സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ രഹസ്യമായി കൊണ്ടുപോയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യം ഹൈക്കോടതി ഇടപെട്ടു. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കാതെ എങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെത്തി? ദേവസ്വം ബോർഡിന്റെ സകല വാദങ്ങളും തള്ളിയാണ് അറ്റകുറ്റപ്പണി തീരുന്നതിന് മുൻപേ സ്വർണ്ണപ്പാളികൾ കോടതി തിരികെ എത്തിച്ചത്. എന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു, എൻ്റെ കാലത്ത് എല്ലാം സുതാര്യമാണെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാള് ശബരിമലയിൽ കുറെ കാലമായിട്ട് അവിടെ ബന്ധപ്പെടുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ദൂരം നിന്ന് കണ്ടിട്ടുണ്ട്, ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് യാതൊരു പരിചയവും ഞങ്ങൾ തമ്മിൽ ഇല്ല. ഒരു സ്പോൺസർ എന്നുള്ള രീതിയിൽ അറിയാം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സ്പോൺസർമാരുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ശബരിമലയിൽ ഈ സ്പോൺസർമാരെന്ന് പറയുന്നവരെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 2019 നവംബർ മുതൽ 2021 നവംബർ വരെ ഉണ്ടായിരുന്ന N. വാസു ന്യായീകരിക്കുന്നത്. ആരും മോശമായി ഒന്നും പോറ്റിയെപ്പറ്റി പറഞ്ഞില്ലത്രേ. N. വാസു പ്രസിഡന്റായി തൊട്ടടുത്ത മാസം പോറ്റി എഴുതിയ ഇമെയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമാക്കിയത് ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാണ്. ബാക്കിയുള്ള സ്വർണം മറ്റാവശ്യത്തിന് ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്തെഴുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈക്കോടതി അത്ഭുതപ്പെട്ടത് ഇതാണ്. തീർന്നില്ല. സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന മറ്റൊരു സെറ്റ് ദ്വാരപാലക ശില്പം തന്നാൽ അതിൽ നിന്ന് സ്വർണം വേർതിരിക്കാം, അങ്ങനെ ചെലവ് കുറയ്ക്കാം. പോറ്റിയുടെ കത്തിടപാട് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലത്ത്. ഹൈക്കോടതി ഇതിലും അത്ഭുതപ്പെട്ടു പോയി. ഇതിലൊന്നും പക്ഷേ നിഷ്കളങ്കരായ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒന്നും അപാകതയായി തോന്നിയില്ല. കഷ്ടം. ദ്വാരപാലക ശില്പത്തിൽ തനി തങ്കത്തിൽ തീർത്ത സ്വർണ്ണപ്പാളികൾ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് പോറ്റി അടുത്തുകൂടിയത്. ആദ്യ കത്തിടപാട് A. പത്മകുമാറിന്റെ കാലത്ത്. സ്വർണം പൂശാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് അനുമതി വൈകിയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരും ന്യായീകരിക്കുമ്പോൾ എല്ലാവരും ഉപ്പ് തിന്നിട്ടുണ്ട് എന്ന് വ്യക്തം. വിമർശിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിനകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വിമർശിക്കുന്നത്. അന്വേഷണം നടന്ന വിശദമായ അന്വേഷണം നടത്തിയല്ലോ ഒരു സംഭവം. സസ്പെൻഷൻ വിഷയത്തിൽ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? സസ്പെൻഷൻ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ആളിന് ചാർജ് കൊടുത്ത് മാറിയിരിക്കുക, അത്രയാണ് നടപടി. കാര്യം ബോധ്യപ്പെടുത്താനൊന്നും നീങ്ങുന്നില്ല. അല്ല, എന്ത് ബോധ്യപ്പെടുത്താനാണ്? പിന്നെ അതിന്റെ ബാക്കി നടപടികളാണ്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാരംഭ നടപടിയാണ്. പിന്നീട് അതിന്റെ എൻക്വയറി അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ചാനലിലുള്ള നടപടികളുണ്ടാവും. അത് അതിന്റെ ആ സമയത്ത് വിശദീകരണം നൽകേണ്ടി വരും. ഒന്നുമില്ല അതിന്റെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതങ്ങനെയൊന്നും ഉള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ്. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്തരത്തിൽ സമീപിക്കും മറ്റാരെങ്കിലും ഇതിനു വേണ്ടി ബന്ധപ്പെട്ടിരുന്നോ? ഇങ്ങനൊരു അപേക്ഷ വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇത് നമ്മുടെ ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ. അന്നൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിൽ ഒരാൾ. അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു. ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിന്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്വർണ്ണപ്പാളി എടുത്തതിന്റെ പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനെന്നാ പ്രിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ഈ അപേക്ഷ വെച്ചിട്ട് 12 കത്ത് സഹിത റിപ്പോർട്ട് കൊടുത്തു. ഇപ്പം വീണ്ടും സ്വർണം പൂശേണ്ടി വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തന്നെ സമീപിക്കുന്നു. എന്നാൽ മുൻപ് ഇത് തന്ന വിജയമല്യയല്ല സമീപിച്ചത്. അല്ല, അങ്ങനെയല്ല. വിജയമല്യ തന്നെ സ്ഥാനം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കഴിയുമ്പോൾ അത് വേറൊരു സംവിധാനമായല്ലോ. അതുകൊണ്ടാണ് അവരുടെ ആ ഗ്യാരണ്ടി 40 വർഷത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ഇത് ചെയ്ത ആളെന്ന നിലയിൽ വിജയമല്യയോടെ ചോദിച്ചിരുന്നു താങ്കൾ ഇത് ചെയ്യാൻ സന്നദ്ധനാണോ? അതിന്റെ ഒന്നും ഭയം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം സമർപ്പണം ഒരാൾ നടത്തി,
പിന്നീട് അദ്ദേഹത്തിന് തന്നെ തുടർച്ചയൊന്നുമല്ല. ആര് വന്നാലും ആ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്താൻ വരുന്ന ആര് വന്നാലും അവരുടെ അപേക്ഷകൾ ഫോർമലായിട്ടായിരിക്കും. ആ അപേക്ഷയിൽ എന്തെങ്കിലും മറ്റു തരമായ കാര്യങ്ങളുണ്ടോ അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടും. സസ്പെൻഷൻ കിട്ടിയ മുരാരി ബാബു പറഞ്ഞ കാര്യങ്ങളും ആരിലേക്കൊക്കെ അന്വേഷണം ചെല്ലണമെന്ന സൂചനയാണ്. ഇതേ മുരാരി ബാബുവിനെതിരെ ദേവസ്വം വിജിലൻസ് ഗുരുതര കണ്ടെത്തൽ നടത്തിയിട്ട് സ്ഥാനക്കയറ്റത്തിലാണ് ചെന്ന് നിന്നത്. ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്ക്.